ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി, അതുപോലെ തന്നെ ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിച്ചത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കില്ല. അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഒരിക്കലും മറക്കല്ല്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടാഗ് ചെയ്തേക്കാം. വിവാഹ തടസ്സം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേസ്, കോടതി വഴക്ക്, വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് റീഡിങ്, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ സമാധാനക്കുറവ്, അതുപോലെ സാമ്പത്തിക നഷ്ടം, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പേഴ്സണലായിട്ടൊരു റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ അന്നേരം കണ്ടില്ലെങ്കിൽ ഞാൻ കാണുന്ന സമയത്ത് ഞാനതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ റീഡിങ്സൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ ഞാനത് കാണാൻ വഴിയില്ല. ഓൺലൈനിൽ ഉണ്ടെങ്കിൽ തന്നെ റീഡിങ്ങിലാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഞാനത് കാണുമ്പോഴത്തേന് തിരിച്ച് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെൽ വർക്കുകളൊക്കെ വേണമെങ്കിൽ ബ്ലാക്ക് മാജിക് റിമൂവൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് നിങ്ങളുടെ എനർജിയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആകാതിരിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാവരും മനസ്സമാധാനത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് ഇരുന്നോളൂ. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല നിമിഷങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തൊക്കെ ഒന്ന് ഓർത്തെടുക്കൂ. നെഗറ്റീവിനെ ഒരിക്കലും ജീവിതത്തിലേക്ക് വിളിച്ച് കയറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോ വരുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്തോളൂ. വേറെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അതല്ല, ഇതിന് ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കാർഡ് ഷഫിൾ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏതോ ഒരു സിറ്റുവേഷനകത്ത് പെട്ടെന്ന് ഒരു ടവർ മൊമെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അതായത് ഒരു തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ തകർന്ന അടിഞ്ഞൊരു ബന്ധമായിരിക്കാം. പക്ഷേ അവിടുന്ന് ഈ ബന്ധം മുന്നോട്ട് ഗ്രോത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവം കാണിച്ചു തരുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ വ്യക്തി ഇന്നലെ നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ 2 സിറ്റുവേഷൻ കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാത്ത രീതിയിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഈ കാർഡ് കണ്ടില്ലേ, അതായത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഉറങ്ങിക്കഴിയുമ്പോഴത്തേനും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളൊക്കെ ഓർത്ത് സ്വപ്നത്തിൽ കാണുന്നു, നിങ്ങളെ കാണുന്നു. അതുകൊണ്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡിവൈനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലെ ചിന്ത നിങ്ങളെപ്പറ്റി തന്നെയാണ്. ദ മജീഷ്യൻ കാർഡ് എന്താ, പെട്ടെന്നൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് കാർഡും കൂടി നമുക്ക് എടുക്കാവേ. കണ്ടില്ലേ, കിങ് ഓഫ് വാൺസ്, അതുപോലെ തന്നെ കിങ് ഓഫ് സ്വേർഡ്സ്, അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്രയും വേഗം വരാൻ പറ്റാവോ അത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും 2 സിറ്റുവേഷൻ ആണെങ്കിൽ ആ 2 സിറ്റുവേഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒരുപാട് സ്ട്രെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ സിറ്റുവേഷൻ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് ഓടി വരണം എന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് വരാൻ പോവുകയാണ്. ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അതായത് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആകണമെന്ന് പുള്ളി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എൻഡ് ആകുമെന്നാണ് ഡിവൈൻ പറയുന്നത്. ഏതോ ഒരു അവസ്ഥയിൽ കണ്ണ് മൂടപ്പെട്ട് ബന്ധനസ്ഥനൊക്കെ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ബന്ധനസ്ഥയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് മാറാനും പെട്ടെന്ന് നിങ്ങളരികിലേക്ക് വന്ന് കപ്പ് ഓഫർ തരാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 2-3 കാർഡും കൂടി നമുക്കൊന്ന് എടുക്കാവേ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഇത് ഉണ്ടാകാൻ പോകുന്നു, ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു. കാലചക്രം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു. നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു. അവരുടെ കർമ്മ അവരനുഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നു. ഇത് സൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ വെളിച്ചം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെ കാലചക്രം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം, അല്ലെങ്കിൽ പുള്ളി ആഗ്രഹിക്കുന്നു കാലചക്രം തിരികെ വരും, എന്തായാലും നിങ്ങൾ തിരികെ ചെല്ലും എന്നൊക്കെ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ
പുള്ളി ഉടനെ തന്നെ തിരികെ വരുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സൺ കാർഡ് വന്നിട്ടുണ്ട്. പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകാട്ടോ. നിങ്ങളുടെ ഈ ബന്ധത്തിൽ പുതിയൊരു വെളിച്ചം വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു കപ്പ് ഓഫറുമായിട്ട് വരണമെന്ന് നല്ല രീതിയിൽ ഇന്നലെ രാത്രി ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡായിരുന്നു വന്നിരിക്കുന്നത്. ഇന്നലത്തെ പോലത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നുമല്ല, എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡുകളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. അതും നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരണമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരിക, അല്ലെങ്കിൽ നിങ്ങൾ തിരികെ ചെല്ലും എന്നൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് പോയതായിരിക്കാം. അവരുടെ കർമ്മ അവരെന്തായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കർമ്മ അവർക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം പേഴ്സണലായിട്ട് റീഡിങ്സ് വേണമെങ്കിൽ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഇട്ടേക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.